അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. കേന്ദ്ര സർക്കാർ തൊട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരെ വ്യാപാരികൾക്കെതിരെ കൈക്കൊള്ളുന്ന മനുഷ്യത്വഹീനവും ജനവിരുദ്ധവുമായ നടപടികൾക്കെതിരെ ബാലറ്റ് ആയുധമാക്കി മറുപടി നൽകുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് രാജു അപ്സര. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷിന്റെ വ്യാപാര വിരുദ്ധ സമീപനത്തെ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിലെ 10.5 ലക്ഷത്തോളം വ്യാപാരികളാണ് ഏകോപന സമിതിയിലുള്ളത്. ഞങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട്, ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പോലും രാജേഷ് തയ്യാറാകുന്നില്ല. നമ്മുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മന്ത്രി തയ്യാറായിട്ടില്ല. ഇത്ര ധിക്കാരിയായ മന്ത്രി കേരളത്തിൽ ഒരു മന്ത്രിക്കുമില്ലാത്ത ധിക്കാരമാണ് മന്ത്രി രാജേഷിനുള്ളത്. ഞാൻ വളരെ ശക്തമായ ഭാഷയിൽ പറയുവാണ്, ഈ രാജേഷിനെ കൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് പോയാൽ ഈ ഗവൺമെന്റിന്റെ പതനം ശക്തമാകും. അതുകൊണ്ട് രാജേഷിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ജനാധിപത്യ ബോധമുള്ള ഒട്ടനവധി മന്ത്രിമാർ ഈ മന്ത്രിസഭയിലുണ്ട്. ജനങ്ങൾ സ്നേഹിക്കുന്ന ഒട്ടനവധി മന്ത്രിമാർ ഈ മന്ത്രിസഭയിലുണ്ട്. പിണറായി വിജയൻ ഇന്നും കേരളത്തെ ജനങ്ങൾ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ രാജേഷിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ അദ്ദേഹത്തിന് ജനാധിപത്യ സ്വഭാവത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കിക്കൊണ്ട് തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് ഈ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ അതിശക്തമായ ഭാഷയിൽ പറയാനുള്ളത്. ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി, എസ് ദേവരാജൻ, അഹമ്മദ് ഷെരീഫ്, പി.സി. ജേക്കബ്, എം.കെ. തോമസ് കുട്ടി, അബ്ദുൽ ഹമീദ്, സണ്ണി പൈമ്പള്ളിയിൽ, വി.എം. ലത്തീഫ്, എ.ജെ. റിയാസ്, വൈ. വിജയൻ, പുനത്തിൽ പാഷിദ്, വനിതാ പ്രസിഡന്റ് നന്ദിനി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ്, പവിത്ര ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചക്കരക്കൽ, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.